നമ്മളെല്ലാം ജീവിക്കുന്നത് ഓരോരോ പ്രതീക്ഷകളായിട്ടാണല്ലേ. അങ്ങനെ പ്രതീക്ഷകൾ മാത്രം കൊണ്ട് കാര്യമില്ല, നമ്മൾ അതിനായിട്ട് എഫേർട്സും കൂടി എടുക്കണം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കാത്തിരിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ, ഹഫ്സത്ത് അല്ലേ? ഹായ്, ഞാൻ ബോച്ചേട്ടി ടീമിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നേ. ഓക്കെ, സുഖാണോ? എവിടെയാണ് വീട്? വീട് മലപ്പുറം തിരുനാവായ. ഓക്കെ, ബോച്ചേട്ടി വാങ്ങിയിരുന്നോ? വാങ്ങിനു. ചായ ഉണ്ടാക്കിയോ? ടീ വാങ്ങിയിട്ടില്ല, ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടീ എന്താ വാങ്ങാത്തെ? ടീ വാങ്ങണ്ടേ? വാങ്ങണം. ചായ കുടിക്കാറില്ലേ? ചായ കുടിക്കും. കുടിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും 4 മക്കളും. ഹസ്ബൻഡ് ഗൾഫിലാണ്. മക്കളൊക്കെ എത്രല്ല പഠിക്കുന്നേ? മൂത്താള് 8ാം ക്ലാസ്സില്, രണ്ടാമത്താള് 2ാം ക്ലാസ്സില്, മൂന്നാമത്തത് UKG, 4.5 വയസ്സായി. എവിടെ എല്ലാരും ഉണ്ടോ വീട്ടില്? എല്ലാരും ഉണ്ട്. കാണിക്കാൻ പറ്റുമോ ഞങ്ങളെ? കാണിക്കണ? മക്കൾ പഠിക്കണ തിരക്കാണ്. അയ്യോ, പഠിക്കുവാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. കാണിക്കണമെന്ന് പറഞ്ഞ ഓഹോ, എല്ലാരും പഠിക്കലും കളിക്കലൊക്കെ ആയിട്ട് നടക്കുകയാണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എവിടുന്നാ ടിക്കറ്റ് വാങ്ങിയ ചേച്ചി? എന്തൊക്കെയാണ്? ടിക്കറ്റ് എവിടുന്നായിരുന്നു വാങ്ങിയേ? ടിക്കറ്റ് ഓൺലൈനിലാ വാങ്ങിച്ചേ. ഓൺലൈനാണ് വാങ്ങിച്ചല്ലേ? ഓക്കെ. ഞാനിപ്പോ എന്തിനാ വിളിച്ചേന്ന് എന്തേലും ഗസ് ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. എന്താണ് സംഭവം? ടെൻഷൻ ഉണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട. ടിക്കറ്റ് വാങ്ങിയില്ലേ, അപ്പൊ അതിന്റെ ഒരു നല്ല സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുവാണ്. എന്താണ്? ടെൻഷനായോ? ടെൻഷനൊന്നും എടുക്കണ്ട. 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. സന്തോഷായോ? സന്തോഷം തന്നെയാണോ? ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? എന്തിന്? ഇനിയിപ്പോ എല്ലാരും അറിയിക്കാലോ. ഒന്നും ചെയ്യണ്ട, എല്ലാരും നമുക്ക് വിളിച്ചറിയിക്കാം. ആകെ ടെൻഷനിലാണ്, ഒരുപാട് പ്രശ്നത്തിലാണ്. ഇനി നമുക്ക് പ്രശ്നങ്ങളെല്ലാം മാറത്തില്ലേ? മാറണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇങ്ങനെ അടിക്കുന്നത്? ഇല്ലില്ല, അതിന്റെ ഒരു ടിക്കറ്റ്, ഒരു ടോക്കൺ എനിക്ക് ലോക്കാണ്. ടോക്കണൊക്കെ എല്ലാ റിസൾട്ടും കിട്ടലുണ്ട്. ഒരു ടോക്കൺ എനിക്ക് ലോക്കായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പ്രശ്നം കാരണം പോയതോ. ഇതിപ്പോ പ്രശ്നമല്ലല്ലോ, നല്ല സന്തോഷമുള്ള കാര്യമില്ലേ? ഇനിയിപ്പോ ആദ്യം ഹസ്ബൻഡിനെ വിളിക്കുമായിരിക്കും അല്ലേ? ഒരുപാട് പ്രശ്നത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ആണോ? വീടിന്റെ ആധാരം ബാങ്കിലാണ്, ആകെ പ്രശ്നത്തിലാണ്. ഇപ്പൊ അതെല്ലാം നമുക്ക് മാറ്റാനുള്ള സൊല്യൂഷൻ കിട്ടിയില്ലേ? സൊല്യൂഷൻ കിട്ടി. കിട്ടിയോടത്തുണ്ട് പകല പ്രാർത്ഥനയാണ്, എന്തെങ്കിലും വഴി കാണിച്ചു തരുമോ. അതെ, നമ്മുടെ പ്രതീക്ഷകളാണല്ലോ നമ്മള് ജീവിക്കുന്നേ. എനിക്ക് വയ്യ. എന്റെ ചെറുമോള്. അയ്യോ, ഓക്കെ, എല്ലാരോടും പറയണം കേട്ടോ. ഹായ് ഹായ് അവളെ സ്ക്രീന് വലുതാക്കി. ഹായ് ഹായ് ഓർക്ക്. ഹലോ അറി. ഓരോ പ്രശ്നമായിട്ട് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പൊ ഇനി ആദ്യം ഹസ്ബൻഡിനാണ് വിളിക്കുന്നേ. ഇനിയിപ്പോ കുറച്ചേറുണ്ടല്ലോ. ഇനിയിപ്പോ ഹസ്ബൻഡിനെ വിളിക്കണ്ടേ? ഹസ്ബൻഡിനെ അറിയിക്കണം. ഇതെങ്ങനെ സംഭവിച്ചത്? ഇത് ബോച്ചേട്ടി വാങ്ങിയതുകൊണ്ടാണ് സംഭവിച്ചത്. ബോച്ചേട്ടിയുടെ ടിക്കറ്റ് എടുത്തില്ലായിരുന്നോ? അങ്ങനെയാണ് സംഭവിച്ചത്.
അയ്യോ ആലോചിക്കാൻ വയ്യ. ഇനിയിപ്പോ എല്ലാരോടും നമുക്ക് ബോച്ചേട്ടി വാങ്ങാൻ പറയാലോ അല്ലെ? ഇനി പറയാ. പിന്നെ അതിലൊക്കെ ഓരോ വീഡിയോ ഇങ്ങനെ കാണും, ആഹാ ഓരോ ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് അത് ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആഹാ ഇപ്പൊ സന്തോഷായല്ലോ, എടുത്തതിന്റെ ഒരു ഗുണം കിട്ടിയില്ല നമുക്ക്. 40 രൂപ കിട്ടിയാൽ വരുന്നല്ലേ. അതെ, ഇപ്പൊ ഈ 10 ലക്ഷം രൂപ മാത്രമല്ല കേട്ടോ, നമുക്ക് 25 കോടിയുടെ ബമ്പർ പ്രൈസും ഫ്ലാറ്റും കാറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനിയും എടുക്കാം, നമുക്ക് അതിനപ്പുറം നമുക്ക് പ്രതീക്ഷകളോടെ നമുക്ക് കാത്തിരിക്കാലോ. എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് അതും കിട്ടും. തീർച്ചയായിട്ടും എടുക്കും ഇനി. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുക, എല്ലാരോടും സന്തോഷ വാർത്ത പറയാ കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ടീം ഇനി കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. എന്റെ പേര് രവിത എന്നാണ്. ഓക്കെ, താങ്ക് യു, ബൈ. എത്ര ഹാപ്പി ആയിട്ടാണല്ലേ ചേച്ചി നമ്മളോട് സംസാരിച്ചേ. ചേച്ചിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ബോച്ചേട്ടിയിലൂടെ 10 ലക്ഷം രൂപ ചേച്ചിയെ തേടിയെത്തിയത്. ലൈഫിലെ കുറെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ പരിഹാരമാവും അല്ലെ? അപ്പൊ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന നമ്മൾക്ക് വെറും 10 ലക്ഷം രൂപ മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസ്, ഫ്ലാറ്റുകൾ, കാറുകൾ, മൊബൈൽ ഫോണുകൾ, ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ്, ഇതൊക്കെയാണ് ബോച്ചേട്ടിയിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഭാഗ്യശാലിയെ കാണുമ്പോഴേക്കും ബൈ ബൈ.